എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുഡ് മോർണിംഗ്. തന്ത വൈബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നേരത്തെ എണീറ്റ് പരിപാടിയൊക്കെ തീർത്ത് പോകാൻ നോക്കുകയാണ് ജിമ്മിന്. ഞായറാഴ്ച അതുള്ളത് മറന്നുപോയി. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ നേരത്തെ കിടന്നതൊക്കെ അതുകൊണ്ടാണ്. രാവിലെ ജിമ്മിന് പോകണല്ലോ എന്ന് എഴുതിയിട്ട് ഫോണൊന്നും നോക്കാതെ കിടന്നുറങ്ങിയതാ. ഷടാ, ഇന്ന് ഞായറാഴ്ച എന്നുള്ള കാര്യം വിട്ടേ പോയി. ഇനിയിപ്പോൾ എന്തായാലും എണീറ്റതല്ല. ഇനി ഫാദർ ഇന്നലെ പൂവൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. പൂവിടട്ടെ. ഞാനതും ചെയ്യാത്തതാണ്, പക്ഷേ ഒരു രസമല്ലേ. പണ്ട് ചെയ്യും കേട്ടോ. പണ്ട് പൂവൊക്കെ പറിക്കാൻ പോയി. ഓ, എന്തായാലും അതാക്ക പരിപാടി. എന്തായാലും നേരത്തെ എണീറ്റതല്ലേ. നാളെത്ര ആളാണ് ഞാൻ റോട്ടുമ്പോ കണ്ട് മക്കളുണ്ട് ഇവിടെ മക്കളെത്തിണ്ടാവും. സോഫേന്റെ ഉള്ളിലൊന്നും പോയാ കാണൂലേ. എന്തോ വെള്ള വരകളൊക്കെ ഉണ്ടല്ലേ. ഞാൻ ആ വീഡിയോ എടുത്ത് കഴിയാൻ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാമ്പിനെ വീടിൻ്റെ ഉള്ളിൽ കണ്ടിട്ട്. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഇതെന്തോ ഒരു വിഷമില്ലാത്ത എന്തോ ഒരു പാമ്പാണ്. എന്ത് പാമ്പാണ്, എന്തോ ഒരു പേര് പറഞ്ഞു. ഞാനിവിടെ എഴുതി കൊടുക്കാം. പക്ഷേ കണ്ടാൽ പേടിയാവുകയും ചെയ്യും. ഇതിനെ കണ്ടത് കാണില്ല, അത്രയും ചെറുതാണ്. എന്തോ ഭാഗ്യത്തിന് കണ്ടതാണ്. പിന്നെ ഇത് കണ്ടതിന് ശേഷം വേറെ ഉണ്ടാവുമോ എന്നിങ്ങനെ തോന്നുക. കാരണം എങ്ങനെയാണത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയത് എന്നാണ് മനസ്സിലാവാത്തത്. ഇത്രയും ചെറുത് തറേൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറി മുകളിലെത്തിയതേ. എന്തായാലും രാവിലെ തന്നെ ഇതായിരുന്നു പരിപാടി. ഇങ്ങോട്ടാ പോയി. അതിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ച് തെറിച്ചു പോയി. നീ എങ്ങനെ കാണുന്നതൊക്കെ ഒരു രാവിലെ തന്നെ രക്ഷിക്കുക. കവറിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോരൂലേ. കാണുന്നില്ല, പക്ഷേ സാധനം ഇതിൽ തന്നെയുണ്ട്.
എങ്ങനെയാണ് ഇവിടെ പാമ്പില്ലാതൊക്കെ? കാടാണിത്, കാട്. അതിൻ്റെ ഉള്ളിൽ ആരോ പണിയെടുക്കുന്നുണ്ട്. ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പാമ്പിലില്ലേ? ഇല്ലേ പാമ്പേ? പാമ്പേ കാണുന്നില്ല. എന്തായാലും രാവിലെ തന്നെ ഇതും കൊണ്ട് എങ്ങോട്ടാ ഇപ്പോൾ പോകുന്നത് വെച്ചാൽ അവിടെ ആരോ കൊത്തുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഇട്ടിട്ട് ഇത് പിന്നെ ആരെയോ കാൽമേലും മറ്റേമേലും കയറും. ഞാനിപ്പോൾ ഇത് എവിടെ കൊണ്ടിടും? അവിടെ ആരോ പണിയെടുക്കുന്നുണ്ട്. പാമ്പായാലുണ്ടോ നോക്കുക. ഇത് താഴെ അവിടെ കൊണ്ടിട്ടാലോ? അവിടെ ഒരു പാറക്കെട്ടുണ്ട്. ഇവിടെ കെട്ടാൽ ചെയ്യുന്നത് മോശമല്ലേ എന്നൊരു സംഭവം. ഇത് മറ്റേ എന്ത് പാമ്പാ അവിടെ വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ പൂവും പറിച്ച് പോകാലോ. അയ്യോ, ഞാൻ ഓണമൊന്നുമില്ല എന്ന് കരുതിയത്. പക്ഷേ ഇതിനിപ്പോൾ എവിടെ കൊണ്ടിടുക? താഴെ കൊണ്ടിടുക. നല്ല നടക്കാൻ. ഇത് മറ്റേ വിഷമുള്ള പാമ്പല്ല. എന്നാലും നമ്മളെങ്ങനെ ചെയ്യാ? അയ്യേ, ചെരുപ്പിട്ടാൻ പോകുന്നത്. ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. നമ്മളെന്ത് ചെയ്യും? ഇങ്ങോട്ട് പോയിട്ട് ഈ കാട്ടിലേക്ക് വിഷമില്ലാത്ത പാമ്പിനിടാൻ വിഷമുള്ള പാമ്പ് കടിക്കുമോ? അത് പോയോ? ഇട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് പോയി. ഇവിടെ ഇട്ടത്. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇനി ഇവിടുന്ന് പോകുമ്പോൾ പൂപ്പറിക്കാൻ പോകുമോ പൂപ്പത്തുക. അയ്യോ, ഇതൊരു കയറ്റാണ്. ഞാനൊരാവേശത്തിന് കയറ്റൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ ഒന്നും പോവുകയില്ല കേട്ടോ. ഇനിയിപ്പോൾ റൂമൊക്കെ ഒന്ന് തട്ടി അടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ആ തൊപ്പി എടുത്തിടാൻ മറന്നുപോയി. അമ്മേ, ഇതൊരു കയറ്റാണ്.
ഞാനൊരു ചെറിയ പാമ്പിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, അതിനാ കാട്ടിലേ കൊണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് അത് അങ്ങോട്ട് കടിക്കുന്ന മറ്റേ പാമ്പാവുന്നുണ്ട്. എന്താ മറ്റേ വിഷമില്ലാത്ത പാമ്പുണ്ടല്ലോ. ഇന്ന് ലീവാ, പോണ്ടോ? താരരി 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 പൂപ്പറിക്കാൻ പോരുമോ പോരുമോ നാനിനി തര താരി അമ്മേ അമ്മേ അമ്മേ. ഒന്നുമില്ല. ഇതിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ആ ചെടി അവിടെ നട്ടിട്ടാണ് എന്നുള്ളൊരു പരക്കെ പറച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ചെടിമ കൂടെ അത്ര ചെറിയ പാമ്പ് എന്തായാലും കയറി വരുമൊന്നുമില്ല. കയറിയാലും വിളിക്കുന്നുണ്ട്. പിന്നെ മാമയെ കണ്ടോ? എന്താ ഒരു തീവണ്ടി പോകുന്നു. ആ അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പിന്നെയും പാമ്പിനെ കണ്ടോ. അയ്യോ, പൂവ് കടന്നോട്ടല്ലേ. ഇവിടെ കമ്മൽപ്പൂവുണ്ട്. എനിക്കാവുന്നില്ല. വീടെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു നടത്തം കിട്ടും. പൂവിട്ടു 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 ഞമ്മള് ഇന്നിട്ട പൂവ് താട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതിയപ്പോൾ രഞ്ജി വിളിച്ചത്. അപ്പം ഞങ്ങളെന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലമ്പൂർ അവിടെ എന്താ കുളങ്ങരയോ അങ്ങനെ ഏതോ സ്ഥലത്ത് കാളപ്പൂട്ട് മത്സരം ഉണ്ടായിരുന്നു. അത് കാണാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ ഇറങ്ങി. നിലമ്പൂർ ഈ ലുലു മാളിൻ്റെ പരണി നടക്കുന്ന അതിൻ്റെ നേരെ മുമ്പിൽ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ കയറി ഒരു ചായ കുടിച്ചു ഞങ്ങൾ രണ്ടാൾ കൂടി. രഞ്ജി അവിൽ മിൽക്കും ഞാനൊരു ചായയും കുടിച്ചു. അങ്ങനെ മെല്ലെ എന്താ പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 52 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ എഴുതി ഞങ്ങൾ ചായയും കുടിച്ച് ജസ്റ്റ് ഞാൻ ചായ ഒരു പപ്സും രഞ്ജി അവിൽ മിൽക്കും കഴിച്ച് പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ. ഞങ്ങൾ കരുതി ആരും ആളൊന്നും ഇല്ലേ കരുതി. പക്ഷെ ആ ഏരിയ എത്തിയപ്പോൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു. രഞ്ജീവ് പിന്നെ അവിടെ ഒന്നും വണ്ടി വെക്കാൻ സ്ഥലമില്ലായിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നതാണ്. ഇങ്ങോട്ട് പോന്നിട്ട് രഞ്ജീവ് താഴെ അവിടെ ഇടവ് കൊണ്ടുവച്ചിട്ടുണ്ട് വണ്ടി. ഇത് കറക്റ്റ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് കുളങ്ങര കാളപ്പൂട്ട് കണ്ടമെന്ന് ഗൂഗിളിൽ അടിച്ചാൽ
നേരെ സ്ഥലത്തെത്തും. അങ്ങനെ പോകുന്നതാണ് ഞങ്ങൾ. ജസ്റ്റ് ചോദിച്ചിട്ട് വെച്ചു റോഡാണെങ്കിൽ ഇത് സ്ഥലം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാളപ്പൂട്ട് കാണാൻ കാളപ്പൂട്ട് കണ്ടത്തിൽ വന്നതാണ്. കാളപ്പൂട്ട് എന്ന് പറഞ്ഞാൽ നിലമ്പൂർ. പിന്നെ ചളിയില്ലാതെ കാളപ്പൂട്ട് കണ്ടത്തിൽ ചളിയില്ലാതെ അങ്ങനെ ചളിയ ട്രോഫീൻ്റെ വിലപ്പം ഒരു സ്കൂട്ടി. തുടങ്ങിയില്ല. നമ്പർ 6 നബീൽ കരിമ, അത് നമ്പർ 7 പുത്തമോടൻ കുഞ്ഞിമാനു താരപ്പുറം. ഇവിടെ നമ്പർ 8 ശ്രീ വീണ്ടും ഒരു ചാൻസ് കൂടിയുണ്ട്. 2019 മണ്ണാടിൽ ആദ്യം മറ്റ് പറമ്പിലങ്ങാടി കല്യാണം തയ്യാറാക്കി നടത്തേണ്ടതാണ്. അടുത്ത പുറം 14 ശ്രീ മാനു പദ്ധതിയോ കൊണ്ടുപോകണം. ഇത് ആദ്യമൊക്കെ കാണാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൂടുതൽ കണ്ടു നിൽക്കുമ്പോൾ ആ സുഖം കിട്ടില്ല. കാരണം എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ വാലാണ് പിടിച്ച് കടിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ട്. അതേപോലെ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. ഫസ്റ്റൊക്കെ ഒരു രസമായി തോന്നും. പിന്നെ ഇങ്ങനെ തല്ലി കാണുമ്പോൾ ഒരു മാനസികപരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അത് വേറെ രീതി ചിന്തിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക. പക്ഷേ
നമ്മൾക്ക് കഴിയില്ല എന്തായാലും. PK ചെറിയാപ്പൂർ ചീക്കോടിന്റെ പട്ടത്തറ കാളക്കൂട്ടുകൾ നിർമ്മിച്ച് 100 കാളക്കൂട്ട് വാട്സപ്പ് ഗ്രൂപ്പ് രണ്ടാമതായി അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ കടന്നു കയറി കൊടുക്കണം. അടുത്ത കൂടെ 36 റൺസ് പുല്ലൂർ. രണ്ടാം പേര് തയ്യാറാക്കി നിർത്തേണ്ടത് ഒരു ആളും തന്നെ എത്രയും പെട്ടെന്ന് കടന്നു കയറി കൊടുക്കണം. വിജയൻ സ്റ്റേജിലെത്തിക്കണം. വിജയൻ ഒരു കൊമ്പില്ലല്ലോ. സംഭവം ഉണ്ടല്ലോ, ഒരു ഫസ്റ്റിലെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ഫൈനലൊക്കെ ആവണമെങ്കിൽ എന്തായാലും ഇരുട്ടാവും. അപ്പോൾ അത്രയും സമയം ഞങ്ങൾക്ക് നിൽക്കാനും കഴിയില്ല. പോരാഞ്ഞിട്ട് ഇത് കണ്ടു നിൽക്കാൻ മറ്റു രീതിയിൽ ബുദ്ധിമുട്ടുമാണ്. ഇങ്ങനെ അതിറ്റിങ്ങളങ്ങനെ വേദനിപ്പിച്ചിട്ട് അത് അങ്ങനെ ഈ പൂതിയെ കൊണ്ട് മാറിക്കിട്ടി. ഇനി ഇവിടെ പുള്ളാവൂരോ അങ്ങനെ ഇവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് തിങ്കളാഴ്ചയാണ് തോന്നുന്നത്. അതുകൊണ്ട് പോകാൻ കഴിയാൻ സാധ്യതയില്ല. എന്തായാലും അത്രയും കണ്ട് ഞങ്ങളിങ്ങ് പോന്നു. ഇതേ ഞാനൊരു സത്യം പറയട്ടെ, എനിക്കിത് കണ്ടിട്ട് പാവാ തോന്നുന്നു. കുറച്ച് നേരത്തെ ആണെങ്കിൽ എനിക്ക് നല്ല വേദന തയ്ക്കുന്നുണ്ട്.
വരി വരിയാ സംഭവം വരി വരി ഞങ്ങൾ പോവുകയാണ്. ഇത് കഴിയാൻ രാത്രിയാവുന്ന അതുകൊണ്ട് ഫ്രീ ഞങ്ങൾ പിന്നെ കോഴിക്കോടേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഇടവണ്ണയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇടവണ്ണയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി കോഴിക്കോടേക്ക് പോകണ്ട, അരീക്കോടുണ്ടല്ലോ സുഡിയോ എന്ന്. അങ്ങനെ സുഡിയോയിൽ ഡ്രസ്സ് എടുക്കാൻ കയറി. പിന്നെ അതിലേയും കറങ്ങി അവസാനം എക്സ്പാൻഷനിൽ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ആദ്യം എവിടെ പോയിന്ന് വെച്ചാൽ അരീക്കോട് സ്റ്റുഡിയോ. അവിടെ ഷർട്ടിന് കീശയില്ല എന്ന് രഞ്ജീവനാണ് ഷർട്ട് എടുത്തത് കേട്ടോ. രഞ്ജീവിന് പിന്നെ കീശ വേണ്ടതുകൊണ്ട് കീശ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ മുക്കമ്മാളിൽ കയറി നോക്കി. അവിടെ പിന്നെ 900 രൂപ കണ്ട ഒരു ഷർട്ട്. അപ്പോൾ എക്സ്പാൻഷനിൽ 2 ഷർട്ട് എടുത്ത ഒരു ഷർട്ട് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ഷർട്ടും എടുത്ത് ഞങ്ങൾ നേരെ ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് പോന്നു. ഞാൻ പിന്നെ ഒരു പേരിനെ കൂടെ കൂടിയെന്നേ ഉള്ളൂ. ഒരു ക്യാച്ചും വിട്ട് പിന്നെ ഒരു 2 ബോൾ ഫേസ് ചെയ്തപ്പോഴേക്ക് വിക്കറ്റും. അങ്ങനെ ഫീൽഡ് നിന്ന് കൊടുത്തു. പിന്നെ കീപ്പർ നിന്നപ്പോൾ ഒരു ക്യാച്ച് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഈ മൂപ്പരെ വിക്കറ്റ് ഞാൻ അടുത്ത കളിയിൽ ഞാൻ ക്യാച്ച് പിടിച്ച് ഔട്ടാക്കി. എന്തോ ഭാഗ്യത്തിന് കൈ കിട്ടി. അങ്ങനെ ക്രിക്കറ്റൊക്കെ കളിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയിട്ട് പിന്നെ ഫുൾ ടൈം മറ്റേ പരിപാടി തന്നെയായിരുന്നു. ഏത് റൂം മൊത്തം വൃത്തിയാക്കി. ആ പാമ്പിനെ കണ്ടതുകൊണ്ടേ നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.